الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പരിപൂർണമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന വാർത്തകളൊന്നും ശുഭകരമല്ല നന്മയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടതടക്കം വ്യത്യസ്തങ്ങളായ അവിചാരിതമായ വാർത്തകൾ നാം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ആത്മഹത്യയും കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദമായി കേട്ട MBBSകാരിയായ പെൺകുട്ടിയുടെ ആത്മഹത്യയും അതിന് കാരണമായ MBBS യോഗ്യതയുള്ള ഒരു ചെറുപ്പക്കാരനിൽ നിന്നുണ്ടായ
സ്ത്രീധനം ആവശ്യപ്പെടലും അധ്യാപികയായ ഒരു മരുമകളുടെ പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും വിധേയയായ പ്രായമേറെയുള്ള ഒരു അമ്മയുടെ വാർത്തയും ഇങ്ങനെ തുടങ്ങി ഒരിക്കലും ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാകുമെന്ന് ചിന്തിക്കാനോ ആലോചിക്കാനോ വിചാരിക്കാനോ കഴിയാത്ത വിധമുള്ള വാർത്തകളും വർത്തമാനങ്ങളുമാണ് പരിസരത്ത് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് ഇത്തരം ചിന്തകളെ, ഈ നിലക്കുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിന് ഒരു വേള പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സംസാരങ്ങളും പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലിബറൽ ചിന്തകൾ കൊണ്ടു നടക്കുന്ന മനുഷ്യർ അവരുടെ കഴിഞ്ഞ ഏതാനും കാലത്തെ സംസാരങ്ങളും പ്രസംഗങ്ങളും അഭിമുഖങ്ങളുമൊക്കെ എടുത്തു നോക്കിയാൽ എന്തൊക്കെയാണോ സമൂഹത്തിൽ നമ്മുടെ പരിസരങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ തിന്മകൾക്കൊക്കെ ഒരു വേള പിന്തുണ കൊടുക്കുന്നതാണ് അവരുടെ സംസാരങ്ങൾ. പ്രായമായ അമ്മയെ വേദനിപ്പിക്കുകയും തള്ളി വീഴ്ത്തുകയും വേദനിച്ച തൻ്റെ കൈകളിൽ ആ അമ്മ ചുക്കിച്ചുളിഞ്ഞു തുടങ്ങിയ തൻ്റെ തൊലികളുള്ള കൈകളിൽ പിടിച്ച് ദയനീയമായി നോക്കുന്ന നോട്ടവും ഏതൊരു മനസ്സിനെയും വേദനിപ്പിക്കുന്നതാണ്. പക്ഷെ മറുഭാഗത്ത് ഇത്തരം ആളുകൾ പ്രസംഗിച്ചു വെച്ചത് പ്രായമായ ആളുകളെ നോക്കുകയും അവരുടെ കാര്യം ശ്രദ്ധിക്കുകയും അവരെ പരിപാലിക്കുകയും ചെയ്യുക എന്നത് ഒരു നിലക്കും നമ്മളുടെ മേൽ ബാധ്യതയില്ല എന്ന്. അതുകൊണ്ട് തന്നെ വൃദ്ധസദനങ്ങളടക്കമുള്ള കാര്യങ്ങൾ പുരോഗമനത്തിൻ്റെ അടയാളമായി കാണണമെന്നതാണ് അത്തരം ആളുകളുടെ ആവശ്യം. കുട്ടികളിൽ നിന്നുണ്ടാകുന്ന അധർമ്മങ്ങളും അതിരുവിടുന്ന പ്രവർത്തനങ്ങളും ഒരുപക്ഷെ കളിക്കോപ്പുകളോടുള്ള കിന്നാര വർത്തമാനങ്ങൾക്കപ്പുറം ഗൗരവപൂർണമായി ചിന്തിക്കാൻ പോലും കഴിയാത്ത പൊന്നോമന മക്കൾ ആത്മഹത്യാ മുനമ്പുകളെ തേടിപ്പോകുന്ന ദുരന്തങ്ങൾ നമ്മൾ കാണുമ്പോൾ മറുഭാഗത്ത് ഇത്തരം ആളുകൾ സംസാരിച്ചു വെച്ചത് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ കാര്യം നോക്കുക എന്നത് ആ പ്രസവിച്ച പെണ്ണിൻ്റെ മാത്രം ബാധ്യതയാണ്. ആ കുട്ടിയുടെ പിതാവിൻ്റെ സ്ഥാനത്ത് വരുന്ന വ്യക്തിക്ക് അതിൽ പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും ഇല്ല എന്നതാണ് ഇവർ പറഞ്ഞു വെച്ചത്. കുടുംബ തകർച്ചക്ക് സ്ത്രീധനം പോലെയുള്ള കാര്യങ്ങൾ വഴിയൊരുക്കുകയും അനേകം കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ കാണുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ഇവരുടെ അഭിമുഖത്തിലുള്ളത് ഞാൻ തയ്യാറാക്കിയ എൻ്റെ സിനിമ കണ്ടിട്ട് 10 കുടുംബങ്ങളെങ്കിലും വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഞാൻ അതിൽ സംതൃപ്തനാണ് എന്നതാണ്. ഈ രൂപത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും പറയാനും ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരു അടിസ്ഥാനം, ഒരു അടിത്തറ ഇവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ അടിത്തറ ധാർമ്മികത എന്നത്, നന്മ എന്നത് ഓരോരുത്തരും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ഓരോരുത്തരുടെയും മനസ്സിൽ എന്തു തോന്നുന്നുവോ അതാണ് അയാളുടെ നന്മ, അയാളുടെ ധാർമ്മികത എന്നതാണ്. ഇതാണ് നമ്മൾ ജീവിക്കുന്ന പരിസരം. ഈ പരിസരത്തിൽ നിന്നുകൊണ്ടാണ്, ഈ സമൂഹത്തിൻ്റെ ഇടയിലാണ് ഞാനും നിങ്ങളും ഒരു കുടുംബത്തെ കൊണ്ടുപോകുന്നത്. ആ കുടുംബത്തിൻ്റെ കാര്യത്തിലാകട്ടെ നമ്മളോട് അള്ളാഹു ഒരു ബാധ്യത ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ ആയത്തിൽ കേട്ടു നമുക്ക് മനഃപ്പാഠമായ ആ ആയത്ത് എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ. വിശ്വാസിയാണോ? നമ്മളോട് അല്ലാഹു പറയാണ് സ്വന്തം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കുകയും
നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. സഹോദരങ്ങളെ, ഈ രണ്ട് തലത്തിലും നിന്ന് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. സമൂഹവും സാഹചര്യവും നാടിന്റെ അവസ്ഥയും ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിൽ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന്, അവസ്ഥകളിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് ഇടയിൽ ജീവിക്കുമ്പോൾ കുടുംബത്തെ നരകത്തിലെത്തുന്ന ഈ പണികളിൽ നിന്നെല്ലാം കാത്തുരക്ഷിക്കുക എന്നത് നമ്മളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബാധ്യതയായി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും എന്തു ചെയ്യാനാകുമെന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ആയത്തിന്റെ ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്ന സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ ഈ വചനത്തിന് ധാരാളം വിശദീകരണങ്ങളുണ്ട്. എങ്ങനെ ഒരാൾക്ക് നരകത്തിൽ നിന്ന് അയാളുടെ കുടുംബത്തെ കാത്തുരക്ഷിക്കാനാകും, എന്താണ് നരകമോചനത്തിന്, നരകരക്ഷയ്ക്ക് വേണ്ടി ഓരോ കുടുംബനാഥനും തൻ്റെ കുടുംബത്തിൽ ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന്. അതിൽ ഒന്നാമത് പഠിപ്പിച്ച കാര്യം അല്ലിമൂഹും വഅദ്ദിബൂഹും, കുടുംബത്തെ ദീന് പഠിപ്പിക്കുകയും സംസ്കാരം പഠിപ്പിക്കുകയും ചെയ്യണമെന്നാണ്. ദീനിന്റെ പാഠങ്ങളെയും സംസ്കാരത്തെയും നമ്മുടെ കുടുംബത്തിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഈ പ്രതിസന്ധികൾ നിറഞ്ഞ കാലത്ത് കുടുംബം നരകത്തിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അത് നിർവഹിച്ചിട്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ചില അടിസ്ഥാന പാഠങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക്, നമ്മളുടെ മക്കൾക്ക്, നമ്മളുടെ കുടുംബത്തിന് അനിവാര്യമായും പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് പറയുന്നത് റബ്ബിനെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആരാണ് അള്ളാഹു എന്നും അള്ളാഹുവിന്റെ കഴിവുകളും അവന്റെ അറിവിന്റെ വിശാലതയും എല്ലാം നമ്മളുടെ കുടുംബത്തിൽ ഇണകൾക്ക്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കൽ നമ്മളുടെ ബാധ്യതയാണ്. അതിലേറ്റവും പ്രധാനമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു, യാ ഗുലാം, എൻ്റെ പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, എൻ്റെ കുട്ടിക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. ആ വിളിയിൽ പോലും നമുക്ക് ചില മാതൃകയുണ്ട്. എപ്പോഴെങ്കിലും അങ്ങോട്ട് ദേഷ്യപ്പെട്ട് 4 വർത്താനം പൊട്ടിത്തെറിച്ച് അങ്ങ് പറയലല്ല പിതാവിൻ്റെയും മാതാവിൻ്റെയും, അല്ലെങ്കിൽ ആ നിലക്ക് ഉത്തരവാദിത്തമുള്ള ആളുകൾ ചെയ്യേണ്ടത്. എൻ്റെ പൊന്നുമോനെ, നിനക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. നീ അല്ലാഹനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം, എങ്കിൽ പടച്ചറപ്പ് നിന്നെ സംരക്ഷിക്കും. അല്ലാഹനെ പേടിച്ചും സൂക്ഷിച്ചും വേണം നിന്റെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭവും നീ കൊണ്ടു നടക്കാൻ. എങ്കിൽ പടച്ചറപ്പിന്റെ ഒരു സംരക്ഷണം മോനെ നിനക്ക് ലഭിക്കും. മോനെ, നീ അല്ലാഹനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക്, എങ്കിൽ പടച്ചറപ്പ് നിന്റെ മുന്നിൽ ഇങ്ങ് വന്ന് നിന്റെ ആവശ്യങ്ങൾ എങ്ങനെ നിർവഹിച്ചു തരുന്നത് പോലെ നിനക്ക് അനുഭവിക്കാനാകും. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ പടച്ചോനോട് ചോദിക്കണം. വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാ, ആ നിലക്ക് നീ സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം നിന്റെ പ്രാർത്ഥനകളും സഹായ തേട്ടങ്ങളും നീ നിർവഹിക്കണം. അടിസ്ഥാന പഠിപ്പിച്ചു കൊടുത്തേ. ചോദ്യങ്ങളും തേട്ടങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പടച്ചോനോട് മാത്രമാകണം. ആ പടച്ചോനെ സൂക്ഷിച്ചുകൊണ്ട് നീ ജീവിക്കുകയും വേണം. എന്നിട്ട് പറഞ്ഞു, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലബിസ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. സമൂഹം മുഴുവൻ ഒന്നിച്ചുകൂടി, നാട്ടിലുള്ള എല്ലാവരും, ഭരണകൂടവും ഭരണ സംവിധാനങ്ങളും നിയമപാലകരും നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നിനക്കൊരു നേട്ടമുണ്ടാക്കി തരണമെന്നവർ തീരുമാനിച്ചാലും ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്, പടച്ചോ നിനക്ക് നിശ്ചയിച്ചതല്ലാത്ത ഒരു നേട്ടവും നിനക്ക് ഉണ്ടാക്കിയെടുക്കാനാവുകയില്ല. വലബിജ്തമഉ അലാ അൻ യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ഇനി എല്ലാവരും കൂടി, നീ അല്ലാതെ ആരൊക്കെയുണ്ട്, അവരൊക്കെ നിന്നെ ദ്രോഹിക്കാനും നിന്നെ ആക്രമിക്കാനും നിന്നെ പ്രയാസപ്പെടുത്താനും ശ്രമിച്ചാലും അവർക്ക് നിന്നെ ഒരു ഉപദ്രവവും ഏൽപ്പിക്കാനാവുകയില്ല.
പടച്ചോൻ എന്താണോ നിനക്ക് വരാൻ ഉദ്ദേശിച്ചത്, നൽകാൻ ഉദ്ദേശിച്ച പ്രയാസം, അതല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റുഫിഅത്തിൽ അഖ്ലാമു വജഫത്തിസ് സുഹുഫ്. ഓരോ മനുഷ്യന്റെയും കാര്യത്തിൽ വിധി എഴുതിയ പേന ഉയർത്തപ്പെടുകയും പേജിലെ മഷി ഉണങ്ങിപ്പോവുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മളുടെ റബ്ബിനെ കുറിച്ച്, അള്ളാഹിനെ കുറിച്ചുള്ള ചില അടിസ്ഥാനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിച്ചു കൊടുത്തത്. അള്ളാഹിനെ അറിയണം, ആ പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കണം, അത് വിശ്വാസന അടിസ്ഥാനാണ്. പക്ഷെ ഇന്നെന്താ നടക്കുന്നത്? നാട്ടിലെന്ത് ആഘോഷം ഉണ്ടായാലും ആ ആഘോഷത്തിൽ മുസ്ലിം പേരുള്ളവരും ഉണ്ട്. നാട്ടിലെല്ലാ കടയിലും എന്ത് തൂങ്ങിയോ ആ അടയാളങ്ങളും ചന്ദ്രനും നക്ഷത്രക്കലയും എല്ലാം അത് നമ്മളുടെ ഒക്കെ കടയിലും വീട്ടിലുണ്ട്. ഏത് വിശ്വാസത്തോടൊപ്പവും കൂടിച്ചേർന്ന് ഏത് ആഘോഷത്തിന്റെയും പിറകെ പോകുന്നിടത്ത് വിശ്വാസം പണയം വെക്കാൻ വരെ തയ്യാറാകുന്ന കാലമാണിത്. അവിടെ നമ്മളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെ, അടിത്തറകളെ സംരക്ഷിച്ചു നിർത്തണം. തേട്ടങ്ങളും ചോദ്യങ്ങളും പ്രാർത്ഥനകളും റബ്ബിലേക്ക് മാത്രമാകണം. അതിന് വിപരീതമാകുന്ന പ്രവർത്തനങ്ങൾ, അത് ബിസിനസ്സിന് വേണ്ടിയാണെങ്കിലും കച്ചവടം കിട്ടാൻ വേണ്ടിയാണെങ്കിലും നാലാളെ മുഖത്ത് നിന്ന് തെളിയുന്ന പുഞ്ചിരിക്ക് വേണ്ടിയാണെങ്കിലും ഈമാൻ പണയപ്പെടുത്തുന്ന ഒരിടത്തും ഞാൻ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടാകണം. അത് നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കണം. പടച്ചോനിൽ തവക്കുലാക്കാൻ അവരെ പ്രാപ്തരാക്കണം. പടച്ചോൻ തീരുമാനിച്ചതല്ലാത്ത ഒന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. നീ എത്ര ആയിരം കിട്ടാൻ ആഗ്രഹിച്ചാലും പടച്ചോൻ കരുതാതെ നിനക്കത് കിട്ടൂല. നീ എത്ര കണ്ണു നിറച്ചാലും പടച്ചോൻ കരുതിയതല്ലാത്ത ഒരു സങ്കടവും എന്റെ കുട്ടിക്ക് സംഭവിക്കൂല. അതുകൊണ്ട് ക്ഷമിക്കണം മോളെ എന്ന് പറയാൻ, പ്രിയതമയെ പഠിപ്പിക്കാൻ, മക്കളെ പഠിപ്പിക്കാൻ, കുടുംബത്തിന് ഈ അറിവ് പകർന്നു കൊടുക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. രണ്ടാമത്, നാം അവർക്ക് പകർന്നു കൊടുക്കേണ്ട പാഠം എന്താണ് ഇഹലോകമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴാണ് നഷ്ടപ്പെടുമ്പോൾ എപ്പോഴാണ് സങ്കടം വരുന്നതെന്നറിയോ? 2, 3, 4 കൊല്ലം ഓനെ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ വിചാരം ശരിയോ തെറ്റോ അത് വേറെ, അതിൻ്റെ ഇസ്ലാമിക തലങ്ങൾ വേറെ നമ്മൾ ചർച്ച ചെയ്യണം. ആഗ്രഹിച്ച് നടന്ന് കിട്ടാതെ പോകുമ്പോ ആത്മഹത്യാ മുനമ്പ് തേടാതിരിക്കാൻ, കുതിച്ചത് കിട്ടാതിരിക്കുമ്പോ വിധിച്ചതേ കിട്ടൂ എന്ന് ചിന്തിക്കാൻ, നഷ്ടങ്ങളിൽ ദുഃഖിക്കാതിരിക്കാൻ, നേട്ടങ്ങൾ തേടി അവിഹിതമായ മാർഗങ്ങളിൽ പിറകെ പോകാതിരിക്കാൻ കഴിയണമെങ്കിൽ എന്താ ദുനിയാവ് എന്ന് നമ്മളും നമ്മളെ മക്കളും കുടുംബവും അറിയണം. അല്ലാഹു പറഞ്ഞു, വമാ ഊതീതും മിൻ ഷൈഇൻ, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടോ, ഫമതാഉൽ ഹയാത്തിദ് ദുനിയാ വസീനതഹാ, അതൊക്കെ ദുനിയാവിന്റെ അലങ്കാരങ്ങളും വിഭവങ്ങളും മാത്രമാണ്. വമാ ഇൻദല്ലാഹ്, എന്നാൽ അല്ലാഹുവിന്റെ അടുത്തുള്ളതാകട്ടെ ഖൈറു വഅബ്ഖാ, അത് ഏറ്റവും ഉത്തമമായതും എന്നെന്നും ബാക്കിയാകുന്നതുമാണ്. അഫലാ തഖിലൂൻ, പിന്നെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ഇവിടെ എന്തൊക്കെ കിട്ടിയോ, ഇവിടെ കിട്ടിയതൊക്കെ ദുനിയാവിന്റെ ചില വിഭവങ്ങളും അലങ്കാരങ്ങളും മാത്രമാണ്. പക്ഷെ കണ്ണടച്ച് തുറക്കുന്ന ലോകത്ത് ലഭിക്കാനുള്ള നേട്ടങ്ങൾ ഖൈറു വഅബ്ഖാ, അത് ഏറ്റവും ഉത്തമമായതാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്. അഫലാ തഖിലൂൻ, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? തൽക്കാലത്തേക്കുള്ളതാണോ വേണ്ടത്? അല്ല, എന്നേക്കുമുള്ളത് വേണമെന്ന് ചിന്തിക്കാനും ആലോചിക്കാനും നമ്മൾ പ്രാപ്തരാവുകയും കുടുംബത്തെ പ്രാപ്തമാക്കുകയും ചെയ്യണം. നമ്മൾ ദുനിയാവിന്റെ നിസാരത പഠിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചു പഠിപ്പിക്കേണ്ട മറ്റൊരടിസ്ഥാനം പരലോകം എന്താണ് എന്നത് കൂടി നമ്മൾ അവരെ പഠിപ്പിക്കണം. പരലോകം ഉണ്ട് എന്നതും പരലോകത്തിന്റെ പ്രസക്തിയും പഠിപ്പിച്ച് അവിടെ നമ്മൾ എത്തേണ്ടവരാണ്, റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ എന്ന ബോധ്യം സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കണം. സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹ് ചോദിച്ചില്ലേ, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അലാ യദുന്നു ഉലൈക, അവർ ചിന്തിക്കുന്നില്ലേ, അന്നഹും മബ്ഊസൂൻ, അവരെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ് എന്നവർ ചിന്തിക്കുന്നില്ലേ?
ലിയൗമിൻ അളീം, വമ്പിച്ച ഒരു ദിവസത്തിൽ. ഏതാണ് ആ ദിവസം? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, മുഴുവൻ ജനങ്ങളും റബ്ബിന്റെ മുന്നിൽ എഴുന്നേറ്റു നിൽക്കുന്ന ആ ദിവസം. അന്ന് അവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന വിചാരം അവർക്കില്ലേ? ആ വിചാരം കുടുംബത്തിന് ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ കണ്ണടച്ചാൽ ഇവിടെ അവസാനിക്കുന്നതല്ല ജീവിതം. എണീച്ചു വരും റബ്ബിന്റെ മുന്നിൽ. പറഞ്ഞതും ചെയ്തതും കണ്ടതും ചോദിച്ചതും എല്ലാം തെളിഞ്ഞു വരും അവിടെ. എന്തെല്ലാം അനർഹമായി കൊണ്ടു നടന്നോ, എന്തെല്ലാം അനർഹമായി ആഗ്രഹിച്ചോ, രാവിന്റെ മറവിൽ, ഇരുളിന്റെ മറവിൽ, പുതപ്പിന്റെ മറവിൽ എന്തെല്ലാം അധർമ്മങ്ങൾക്ക് ജീവിതം കൊണ്ട് സാക്ഷിയായോ, തെളിയും പരലോകത്ത് എന്ന ബോധ്യം നമ്മൾക്കുണ്ടാകണം. നമ്മളുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ഈ പാഠങ്ങൾ നമ്മളുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം, കുടുംബത്തെ നമ്മൾ പഠിപ്പിക്കണം. പഠിപ്പിച്ചാൽ മാത്രം പോരാ, മാതൃകയായി ജീവിക്കാൻ നമുക്ക് കഴിയണം. മൊബൈലിന് വാശി പിടിക്കുന്ന 1-ാം ക്ലാസ്സുകാരന്റെ അനുഭവങ്ങളെ മുന്നിൽ നമ്മൾ തെളിയുമ്പോ, മക്കളോട് ഇങ്ങനെ ഫോൺ എടുക്കരുത് എന്ന് പറയുമ്പോൾ തിരിച്ച് മക്കൾ കാണുന്നത് അനാവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാ സമയത്തും സദാസമയത്തും യഥേഷ്ടം ഈ തിന്മകൾക്ക് വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്ന ഒരു ഉപ്പയുടെ മാതൃകയാണ് കുട്ടിയുടെ മുന്നിലുള്ളതെങ്കിൽ തിരുത്താൻ സഹോദരങ്ങളെ നമുക്ക് എന്ത് അർഹതയാണുള്ളത്? ദയ്യൂസാകരുത് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വർഗ്ഗം നിഷിദ്ധമാകുന്ന ആളുകൾ മുദ്ബിനുൽ ഖംറി വൽ ആഖ് വദ്ദയ്യൂസ് അല്ലദി യുഖിറു ഫീ അഹ്ലിഹിൽ ഖുബ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സ്വർഗ്ഗം നിഷിദ്ധമാണ് ആർക്ക്? മുദ്ബിനുൽ ഖംറ്, മുഴുകുടിയന്, ലഹരി ഉപയോഗിച്ച് ജീവിക്കുന്നവർക്ക്. ഇവിടെ ഒരു കള്ളു മാത്രം എന്ന് വിചാരിക്കരുത്, മദ്യം മാത്രമെന്ന് വിചാരിക്കരുത്. ഒരു ചുരുട്ടി വെച്ച പുകയുടെ ഉപയോഗം നമുക്കുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, സിഗരറ്റ് വലിക്കുന്ന വാപ്പാക്ക് MDM ഉപയോഗിക്കരുത് എന്ന് മകനോട് പറയാൻ എന്തർഹതയാണുള്ളത്? വാപ്പ വളർന്നു വന്ന കാലത്തെ ലഹരിയാണ് സിഗരറ്റ്. അത് ഉപയോഗിക്കുന്ന ഉപ്പാക്ക് മകൻ വളരുന്ന കാലത്തെ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയാൻ എന്തർഹതയാണുള്ളത്? അതുകൊണ്ട് ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവർ, വൽ ആഖ്, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർ, പ്രയാസപ്പെടുത്തുന്നവർ, വദ്ദയ്യൂസുല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖുബ്സ്, സ്വന്തം വീട്ടിൽ വ്യഭിചാരമടക്കമുള്ള അധർമ്മങ്ങളും തിന്മകളും നടക്കുമ്പോൾ, അശ്ലീലതകൾക്ക്, തിന്മകൾക്ക്, തോന്യാസങ്ങൾക്ക് സ്വന്തം വീട്ടിൻ്റെ അകത്തെ സ്വീകരണ മുറിയിൽ അവസരമൊരുക്കി കൊടുത്ത ഉപ്പാക്ക് ഉപദേശിക്കാൻ എന്താ അർഹതയുള്ളത്? നമുക്ക് ചില സ്വകാര്യ നിമിഷങ്ങളെ അള്ളാഹു പഠിപ്പിച്ചെന്നു, ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള ചില സ്വകാര്യ നിമിഷങ്ങൾ. ആ സമയത്ത് മക്കൾ റൂമിലേക്ക് വരുമ്പോൾ അനുവാദം ചോദിക്കാതെ വരാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞത് എന്തിനാണെന്നറിയോ? മക്കൾ ചിലതൊന്നും അറിയേണ്ട പ്രായത്തിന്റെ മുമ്പ് അറിയരുത് എന്ന് വിചാരിച്ചാൽ. അതാണ് നമ്മൾ നമ്മളുടെ സ്വീകരണ മുറിയിൽ തുറന്നു വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് തിരുത്താൻ എന്താ അവകാശമുള്ളത്? പൊതുമുതൽ ഭക്ഷിക്കാൻ പാടില്ല പ്രവാചകന്റെ കുടുംബത്തിന്. സ്വന്തം മകന്റെ വായിൽ അനർഹമായ കാരക്ക കണ്ടപ്പോൾ വലിച്ചു പുറത്തിട്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചു കൊടുത്തത്. വിശന്നു വലഞ്ഞ രാവേറെ ഉണ്ടായിട്ടും അതേ വെല്ലുപ്പ അനർഹമായ സ്വത്തുന്നൊരു കാരക്കെടുത്ത് തിന്നണത് ഈ കുട്ടികൾ കണ്ടിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും. അതുകൊണ്ട് മാതൃകയായി ഈ പറഞ്ഞ പാഠങ്ങൾ നമ്മുടെ മക്കൾക്ക്, കുടുംബത്തിന് പഠിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഈ കാലത്ത് നമുക്ക് നിർവഹിക്കാനുള്ള വലിയ ദൗത്യം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ, ഈ ലിബറൽ ചിന്തകളുടെ എല്ലാ അടിവേരും തിരിച്ചറിയാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കണം എന്താ അറിയോ, എൻ്റെ കുട്ടിയൊക്കെ, എൻ്റെ കുടുംബമൊക്കെ വളരെ സുരക്ഷിതമാണ് എന്ന്. വെറുതെ ചിന്തിച്ചാൽ മതി. നമ്മൾ LP സ്കൂളിൽ പഠിച്ചിരുന്നെന്ന് ആൺകുട്ടിയും പെൺകുട്ടിയും കൂടിക്കലരുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന ഒരു മടി, ഒരു ലജ്ജ ഇന്ന് നമ്മളെ കുട്ടിക്കുണ്ടോ? നമ്മളെ കുടുംബത്തിനുണ്ടോ? അവിടേക്ക് എത്തി ലിബറലിസം വീട്ടിൻ്റെ അകത്തെത്തിയ കാലത്ത് അതിൻ്റെ സർവനാശങ്ങളെയും ആ നാശങ്ങളുടെ അടിവേരിനെയും സഹോദരങ്ങളെ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ, അറിഞ്ഞിട്ടില്ലെങ്കിൽ വിരല് കടിക്കേണ്ടി വരും. പത്രത്തിന്റെ കോളങ്ങളിലെ ഫോട്ടോയിലേക്ക് നോക്കി സ്വന്തം മക്കളെ പേരിൽ വിരല് കടിക്കേണ്ടി വരും. പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അത്തരം ദുരന്തങ്ങളിൽ നിന്ന്. അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താൻ, ഇത്രയും നേരം പറഞ്ഞത് ഈ വാക്ക് പറയാൻ വേണ്ടിയല്ല, ഇത് നമുക്ക് തിരിച്ചറിവുണ്ടാക്കാനാണ്. പക്ഷേ ഇൻഷാ അല്ലാഹ് ഇന്ന്
4 മണി മുതൽ തലശ്ശേരിയിൽ ഈ ലിബറലിസത്തിൻ്റെ എല്ലാ തലങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സവിശേഷമായൊരു പ്രോഗ്രാമുണ്ട്. നമ്മൾ കുറച്ച് സമയം കണ്ടെത്തി വാഹന സൗകര്യം ഉണ്ടാക്കി നിർബന്ധമായും നമ്മൾ എത്തണം. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മളുടെയൊക്കെ വീടകങ്ങളിലേക്ക് ഇതെങ്ങനെ കയറി വരുന്നു എന്ന് തിരിച്ചറിയാനാകാതെ ഒടുവിൽ വിലപിച്ചിട്ട് കാര്യമുണ്ടാവുകയില്ല എന്ന ബോധ്യമുണ്ടാകണം. അള്ളാഹു ഈ നിലക്കുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് ശുദ്ധപ്രകൃതിയിലായിരിക്കും എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ജനിക്കുന്ന ദിവസത്തെ അതേ ശുദ്ധപ്രകൃതിയിലേക്ക് മടങ്ങാൻ കഴിയുന്ന ഒരു കർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് വിശുദ്ധമായ ഹജ്ജ് കർമ്മമാണ്. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ സവിശേഷതകൾ പഠിപ്പിച്ച കൂട്ടത്തിൽ പ്രത്യേകം പറഞ്ഞു, വൽ ഹജ്ജുൽ മബ്റൂർ, സ്വീകാര്യപ്രദമായ ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അതിന് സ്വർഗമല്ലാതെ മറ്റൊന്നും പ്രതിഫലമില്ല എന്നാണ്. ഈ വർഷത്തെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പേര് കൊടുക്കേണ്ട, രജിസ്ട്രേഷൻ നിർവഹിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ജനുവരി 15-ാം തീയതി വരെ അതിൻ്റെ സമയം നീട്ടിയിട്ടുണ്ട്. ഇനി 2 പെൺകുട്ടികളെയും കൂടിയും കെട്ടിച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്കൊക്കെ ഹജ്ജ് ചെയ്യേണ്ടി വരുള്ളൂ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് നമ്മുടെ കടബാധ്യതകളൊക്കെ തീർന്ന് നമുക്ക് ഒരു യാത്രാ സൗകര്യവും അതിനുള്ള സമ്പത്തും അതിനുള്ള ആരോഗ്യവും യാത്രക്കുള്ള വഴിയുണ്ടെങ്കിൽ നമ്മൾ ഹജ്ജ് ചെയ്യണം. അതിന് 2 പെൺകുട്ടികളെ കല്യാണം കൂടിയും കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യേണ്ടുള്ളൂ എന്നല്ല. കഴിയുന്നതും സഹോദരങ്ങളെ, ആരോഗ്യമുള്ള സമയത്ത് അത് നിർവഹിക്കുമ്പോഴാണ് അതിൻ്റെ കർമ്മങ്ങളൊക്കെ പരിപൂർണമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക. അതുകൊണ്ട് ഹജ്ജ് നടക്കുന്ന സമയത്ത് ഹജ്ജിനെ കുറിച്ചുള്ള ഉപദേശങ്ങൾ നമ്മൾ കേൾക്കും. പക്ഷെ ഇപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയമാണ്. ഈ സമയം ഉപയോഗപ്പെടുത്തി ആ നന്മയിൽ പങ്കുചേരാൻ കഴിയുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് അതിൽ പങ്കുചേരുക. അതോടൊപ്പം നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പരിശുദ്ധമായ കർമ്മത്തിൽ സാക്ഷികളാകാനും അവിടെ എത്താനുമുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചറബ് നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗത്തിൻ്റെ പ്രയാസം അനുഭവിച്ച് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന ഒരുപാട് ആളുകൾ പടച്ചറബ് അവർക്ക് എല്ലാവർക്കും പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ ഒരു സഹോദരൻ കഴിഞ്ഞ ഒരുപാട് ദിവസമായി ഹൃദയ സംബന്ധമായ ചില അസുഖങ്ങൾ വന്ന് അതിൻ്റെ ഓപ്പറേഷൻ നടത്തി അതിൻ്റെ ആ പ്രയാസത്തിൽ അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാര്യങ്ങൾ കൂടി വേഗത്തിൽ ശരിയാകേണ്ടതുണ്ട്. പടച്ചറബ് ആ സഹോദരൻ്റെ എല്ലാ പ്രയാസങ്ങളും വേഗത്തിൽ പരിഹരിച്ച് പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിൻ്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും റബ്ബ് സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈമാൻ ഉൾക്കൊണ്ട് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിടത്തിന് അല്ലാഹു വിശാലത നൽകി മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുകയാണെങ്കിലും ഈമാൻ പ്രഖ്യാപിച്ച് തൗഹീദുള്ളവരായി മരണത്തെ സ്വീകരിക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരങ്ങൾക്ക് അല്ലാഹു പരിപൂർണമായ ആ മോചനവും ആശ്വാസവും അവരിലെ രോഗികൾക്ക് പരിപൂർണ ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وسلام على المرسلين والحمد لله رب العالمين.